നിളയുടെ കൂടല്ലൂരിൻ്റെ കഥാകാരൻ അങ്ങനെ സാംസ്കാരിക ലോകം ഇപ്പോൾ വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത മലയാളികൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ആഴത്തിൽ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ വസതിയിലേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. തങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന 1000 കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ആ എഴുത്തുകാരൻ അദ്ദേഹം ഓർമ്മയാകുന്നു, അദ്ദേഹം വിടവാങ്ങുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും പ്രിയപ്പെട്ട എഴുത്തുകളെ സ്നേഹിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നവരൊക്കെ തന്നെ അവർ ആശ്ചര്യത്തോടു കൂടി കടന്നു വരികയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വസതിക്ക് മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഒരുപാടധികം ആളുകളെ നമ്മൾ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം MT അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹവുമായി വ്യക്തിബന്ധമോ അടുപ്പമോ ഒന്നുമുള്ള ആളുകളായിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, എഴുത്തുകളിലൂടെ അത്രമേൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് പതിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് MT എന്ന രണ്ടക്ഷരം. അതുകൊണ്ട് തന്നെ ആ കൂടല്ലൂരിൻ്റെ കഥാകാരൻ യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന് അവസാനമായ ഒരു നോക്ക് കാണാൻ അത്രയധികം മലയാളി ആഗ്രഹിക്കുന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെ ആകണം ഒരു പൊതുദർശനം എന്നുള്ളത് ഔദ്യോഗികമായ ഒരു ചടങ്ങാകരുത് എന്നുള്ള അദ്ദേഹത്തിന് നിർബന്ധത്തെ മറികടന്നും അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ യാത്രയാകുമ്പോൾ അതൊരു ഔദ്യോഗികമായിട്ടുള്ള പൊതുദർശന ചടങ്ങുകളടക്കം ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ടൗൺ ഹാളിലോ അല്ലെങ്കിൽ ജൂബിലി ഹാളിലോ ഒന്നും പതിവുകൾ തെറ്റിച്ചുകൊണ്ട്, പൊതുദർശനം സംഘടിപ്പിക്കാതെ പതിവുകൾ തെറ്റിച്ചുകൊണ്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് തന്നെ ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 മൃതദേഹം എത്തിച്ചത്. ആ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. നിർബാധം ഇങ്ങനെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ ഇവിടേക്ക് എത്തിച്ചേർന്നപ്പോൾ തന്നെയായിരുന്നു. നമുക്കറിയാം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നയാളാണ്. വാക്കുകൾക്ക് ഒരിക്കലും പഞ്ഞമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറി ഇവിടെ എത്തി MTയെ അനുസ്മരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മോഹൻലാൽ തുടങ്ങിയത്. ഒരുപാട് കഥാപാത്രങ്ങൾ തനിക്ക് സമ്മാനിച്ചൊരു വ്യക്തി. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ കുറവെങ്കിലും അതുണ്ടാക്കിയിട്ടുള്ള, സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡെപ്ത്, മോഹൻലാൽ എന്ന നടന് നൽകിയിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം അതെല്ലാം തന്നെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ തനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. തൻ്റെ നാടകങ്ങളുണ്ട് എന്നറിയുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടി, ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പരിഗണിക്കാതെ ഗൗനിക്കാതെ അത് വന്ന് കണ്ടിരുന്ന, അത് കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗുരുതുല്യനെയാണ് നഷ്ടമാകുന്നത് എന്നാണ് മോഹൻലാൽ അനുസ്മരിച്ചത്. അതിനുശേഷം അദ്ദേഹം കടന്നുപോയി. ഇനിയിപ്പോൾ 8 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ MTയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസ് അടക്കം ഇതിനോടകം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് മുഖ്യമന്ത്രി എത്തും, പ്രതിപക്ഷ നേതാവ് എത്തും, നടൻ മമ്മൂട്ടി എത്തുമെന്നറിയുന്നു. മന്ത്രിമാർ, സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ മേഖലകളിലെ പ്രമുഖർ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്ന MT ഒരു നോക്ക് കാണാൻ സാധ്യത. കാരണം അവർക്കെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ എല്ലാം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന 1000 കഥാപാത്രങ്ങളെ സമ്മാനിച്ച ആ കഥാകാരൻ യാത്രയാകുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാതെ എങ്ങനെയാണ് അവർക്ക് യാത്ര നൽകാൻ കഴിയുക? ഈ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത, സവിശേഷത പരിശോധിക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വിപിൻ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച്. ആ കഥാപാത്രങ്ങളിലൂടെ ഒരു പെട്ടെന്നൊരു സഞ്ചാരം നടത്തുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിലേക്ക് വരുന്നൊരു കഥാപാത്രം ഏതായിരിക്കും? ഏറ്റവും ആദ്യം വരുന്നത് സതയത്തിലെ സത്യനാഥൻ്റെ കഥാപാത്രം തന്നെയാണ്. കാരണം ആ ഒരു സിനിമയുടെ ഒരു അവസാനം, അതുപോലെ തന്നെ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ അത് വായനക്കാരനും അത് പ്രേക്ഷകനും വിടുന്ന ഒരു മാന്ത്രികതയുണ്ട്. രണ്ടാമതുള്ളത് താഴ്വാരമാണ്. അങ്ങനെ ഓരോ സിനിമയും നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു MTN ടച്ച് എന്ന് നമുക്ക് പറയാം. കാരണം അതിലെ ഓരോ വാക്യങ്ങൾ, അദ്ദേഹം ഒരു പത്രാധിപനായതുകൊണ്ട് തന്നെ അതിലൊരു എഡിറ്റിംഗ് ഉണ്ടല്ലോ, ആ എഡിറ്റിംഗ് നമുക്ക് കൃത്യമായിട്ട് കാണാം. കാരണം അതിൽ നിന്ന് ഒന്നും മാറ്റാനോ ഒന്നും എഴുതി ചേർക്കാനോ ഇല്ലാത്ത വിധം അത്രയേറെ ഷാർപ്പായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഓരോ എഴുത്തുകളുണ്ട്, ഓരോ ഡയലോഗുകളുണ്ട്. ഇപ്പോൾ വടക്കം വീരഗാഥയൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ആലോചിക്കുന്ന ഓരോ ഡയലോഗുകളുണ്ടല്ലോ, നിനക്കാണോ മാലോകർക്കാണോ ഉത്തരം വേണ്ടത് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓരോ വരികളും ഓരോ സിനിമകളിലൊക്കെ എടുക്കാം. അത് അദ്ദേഹത്തിൻ്റെ ചെറുപുഞ്ചിരിയിലും അവസാനം ഇപ്പോൾ പഴശ്ശിരാജയിലും അടക്കം എത്തി നിൽക്കുന്നു. നമ്മൾ രണ്ടാമൂഴത്തെ കാത്തിരിക്കുന്നതൊക്കെ ആ ഒരു MTN ടച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സിനിമയിൽ അദ്ദേഹം ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ സിനിമ ഒരു 6 സിനിമകളെ
സംവിധാനം ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു 60-ലേറെ സിനിമകളുടെ തിരക്കഥകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തിരക്കഥകളുടെ ഒരു സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് അതൊരു MTയുടെ തിരക്കഥ സംവിധാനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും കിട്ടുന്നൊരു വലിയ പുണ്യമായിട്ട് ഇപ്പോഴും ഈ നിമിഷം വരെ കരുതുന്നു എന്നുള്ളതാണ്. ആ ഒരു അദ്ദേഹത്തിന് 1953 ഒരു ചെറുകഥയ്ക്ക് ലോക സാഹിത്യത്തിൽ നിന്ന് നടത്തിയ ഒരു ചെറുകഥയ്ക്ക് സമ്മാനം കിട്ടുന്നതും വളർത്തുമൃഗങ്ങൾ സമ്മാനം കിട്ടുന്നതും പിന്നീട് MT എന്നുള്ള പേര് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രമാവുന്നതും. അപ്പോൾ അന്ന് മുതൽ ഇതാ ഈ 91 വയസ്സ് വരെയും ഒരാൾ അത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് MTക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഘട്ടത്തിൽ പോലും അതിനൊരു താഴ്ച വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഇത്രയേറെ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും അനുമോദനങ്ങളൊക്കെ കിട്ടുമ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ എഴുത്ത് അതുപോലെ തുടരുന്നു. ഓരോ തവണയും അദ്ദേഹം സ്വയം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ സാമൂഹികമായിക്കൊള്ളട്ടെ അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ ആ സമയത്ത് നിന്നിരുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നായർ സമുദായത്തിൽ അത് തറവാടുകളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിൽ നിന്നിരുന്ന ഉൾപ്പോരുകളുടെ പ്രശ്നങ്ങൾ, അത്തരം ഓരോരോ വിഷയങ്ങളിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിനിടയിലേക്കാണ് ഈ പുരാണങ്ങളുടെ കടന്നുവരവുണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ വൈശാലിയെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടക്കൂടുകളോട് നിരന്തരം കലഹിക്കും, എഴുത്തിലൂടെ കലഹിക്കും. അത് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള തൻ്റെ എഴുത്തുകളിലൂടെ അത് കൊണ്ടുവരികയും ചെയ്തു. നാലുകെട്ടിലൊക്കെ നമുക്കത് വളരെ പ്രകടമായി കാണാൻ കഴിയുന്നതുമായിരുന്നു. അതേസമയം MTയുടെ പ്രത്യേകത പറയുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മേഖലയിലേക്ക്, ഒരു ആളുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മേഖലയിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്നുകൊണ്ട് പൂർണ്ണമായി അതിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം എഴുത്തിൽ തന്നെ തുടരാനായിരുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതെന്ന് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതെ, അദ്ദേഹം ആ ഒരു പ്രൈവസി ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഏകാന്തത, അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതൊരു ചെറിയ ലോകമാണെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിള, എൻ്റെ നാട്, എൻ്റെ കൂടല്ലൂർ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ലോകത്താണ് ഞാൻ ഇരുന്ന് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിനപ്പുറത്തേക്കൊന്നുമില്ലെന്നാണ്. ഇപ്പോൾ ഹരിഹരൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒരു അവസാനം നോക്കി കാണാൻ നമുക്കറിയാം. ഇപ്പോൾ വടക്കൻ വീരകഥയൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു ടീം എന്ന് പറയുന്നത് വലിയ ഒരു ടീം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവസാനമായിട്ട് സിത്താരയിലേക്ക് എത്തിയിരിക്കുകയാണ് കാണാൻ. ഞാൻ ഇതിനു മുൻപ് വന്നപ്പോഴും ഒരു തവണ ഹരിഹരൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയുള്ള ഒരു സമിതി ഒരു സംഗീതവുമായി ബന്ധപ്പെട്ടുള്ളത് അത് നവീകരിക്കണം എന്നൊക്കെയുള്ളൊരു ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തെ അങ്ങനെ കാണാനില്ല എന്ന്. പക്ഷേ അദ്ദേഹം അടുത്ത പ്രിയപ്പെട്ടവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറും സംസാരിക്കാറും അവരവരുടെ സൗഹൃദം പുതുക്കലും ഒക്കെ ഇതേ സിത്താര സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിപിനെ, ഇപ്പം മിഠായിത്തെരുവും ബോംബെ ഹോട്ടലും MTയും കോഴിക്കോട്ടെ വൈകുന്നേരങ്ങളൊക്കെ ആയിട്ടൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അല്ലേ? ഒരുപാട് സൗഹൃദങ്ങൾ പൂത്തിരുന്ന ഒരു ഇടമാണ്. ആ ഇടങ്ങളിൽ MT ഉണ്ടോ എന്ന് വെച്ചാൽ MT ഉണ്ട്, MT ഇല്ലേന്ന് വെച്ചാൽ MT ഇല്ല, അങ്ങനെയും പറയാൻ പറ്റും. അതായത് അദ്ദേഹം പൂർണ്ണമായി അതിൽ അഭിരമിച്ചിരുന്നില്ല. എന്നാൽ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സൗഹൃദങ്ങൾ നിലനിർത്താനും അതിൽ MTയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ തിക്കോടിയൻ, SK പൊറ്റേക്കാട്, രാമദാസ് വൈദ്യർ, ഇങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു. ഈ ടീം വൈകുന്നേരം കാണുകയും അവർ സംസാരിക്കുകയും അവരുടേതായിട്ടുള്ള തമാശകളും അതിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയൊക്കെ ഉണ്ട്. ആ ഒരു ടീം ഒരു വല്ലാത്ത അതായിരിക്കും ഏറ്റവും സുവർണ്ണ കാലഘട്ടം. പുനത്തിൻ്റെ ഒരു അഭിമുഖം കണ്ടിട്ടുണ്ട്. പുനത്തിൽ MTയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാത്ത തരത്തിലാണ്. അതായത് നമ്മൾ വിചാരിക്കും MT ഇങ്ങനെയൊക്കെ ഫലിതം പറയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നർമ്മങ്ങളൊക്കെ MT പറയുമെന്ന് നമ്മൾ ചിന്തിക്കും. എനിക്ക് തോന്നുന്നു കൈരളി TV-യിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടത്. ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഭയങ്കര രസകരമായിട്ട് MTയുമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൗഹൃദങ്ങൾക്കിടയിൽ MT അങ്ങനെയാണ്. നമ്മൾ പുറത്ത് കാണുന്ന MT അല്പം പരുക്കനായി നമുക്ക് അനുഭവപ്പെടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടങ്ങളിൽ അല്ലെ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ ഇടങ്ങളിൽ അദ്ദേഹം വളരെയധികം നിഷ്കളങ്കമായി ചിരിച്ചിരുന്ന, വളരെ ആഴത്തിൽ അവരുമായിട്ട് സൗഹൃദം ഇരുന്ന ഒരാളായിരുന്നു. ഈ SK പൊറ്റേക്കാടൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വളരെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ എന്നിട്ട് തലശ്ശേരിയിൽ SK പൊറ്റേക്കാട് മത്സരിച്ചിരുന്നപ്പോൾ അന്ന് വോട്ട് ചോദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് MT വാസുദേവൻ നായർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം രാഷ്ട്രീയവുമായിട്ട് അങ്ങനെ ഒരു പുറത്തേക്ക് പരസ്യമായിട്ട് വന്നിട്ടുള്ള ഒരു പക്ഷേ അതിന് മാത്രമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ തിക്കോടിയനൊക്കെ ആയിട്ട് നമുക്ക് MT വാസുദേവൻ നായരുടെ ഒരു ഗ്യാങ് എന്നൊക്കെ നമുക്ക് തന്നെ പറയാം. വൈകുന്നേരങ്ങളിൽ ഒരു കൂടുകയും ഒരു തമാശയും പറയുന്ന ഒന്നിലേറെ സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു നമ്മളുടെ മിഠായി തെരുവ് തന്നെയുള്ള ഒരു ലോഡ്ജ് ഉണ്ട് തിക്കോടിയൻ്റെയൊക്കെ. അവിടെയൊക്കെ ഇവരുടെ ഒരു സായാഹ്നങ്ങളെ വളരെ സജീവമാക്കിയിരുന്ന, ചർച്ചയാക്കിയിരുന്ന അത്തരം സ്ഥലങ്ങളുണ്ട്. ഒരുപക്ഷെ പല എഴുത്തുകളുടെയൊക്കെ ഒരു തുടക്കം, ഒരു സ്പാർക്ക് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്നായിരിക്കാം. അതല്ല ആഴം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹം ആളുകളിൽ അവശേഷിപ്പിച്ചിട്ടുള്ള ഓർമ്മ അത് എത്രത്തോളാണെന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു ചിത്രം കൂടെ പങ്കുവച്ചിട്ടാണ് അദ്ദേഹം MT ഓർത്തെടുക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇന്നിവിടെ വരുമായിരിക്കും, നമ്മളോട് സംസാരിക്കുമായിരിക്കും. മമ്മൂട്ടിയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ് വിപിനെ. ഇപ്പം ആ ഒരു ചിത്രം പഠിത്തിടെയുള്ള ഒരു ചടങ്ങിനിടെ ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ്. അതിൽ പറയുന്നത് ചിലരെങ്കിലും പറയാറുണ്ട് MTയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും
അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുൻപ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടെ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാകാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. അത് മമ്മൂട്ടി അങ്ങനെ പറയണമെങ്കിൽ ഇവരെ അങ്ങനെ അത്ര എന്താ പറയുക തുറന്ന് തൻ്റെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളല്ല. പക്ഷേ മമ്മൂട്ടി അങ്ങനെ പറയണമെങ്കിൽ അത്രമേൽ അടുപ്പം MT ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ മോഹൻലാലിനേക്കാളും സിനിമകളിൽ അവസരം കിട്ടിയിട്ടുള്ളത് മമ്മൂട്ടിക്കാണ് MTയോടൊപ്പം പ്രവർത്തിക്കാൻ. അങ്ങനെയുള്ള ഒരു അവസരം കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തിരൂരിൽ നടന്നിട്ടുള്ള സാദരം MT എന്നുള്ള നവതിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷത്തിന് അപ്പോൾ അന്ന് മമ്മൂട്ടിയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് വിശിഷ്ട അതിഥി വന്ന്. അന്നും മമ്മൂട്ടി പറഞ്ഞത് എനിക്ക് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും ഞാനിത് MTക്ക് കാൽക്കീഴിൽ വയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അത് ചെറുതല്ല, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു പക്ഷേ അവർ ദിവസം കാണുകയോ സംസാരിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പരസ്പരം ഒരു സിനിമ ചെയ്തിട്ട് പോലും പതിറ്റാണ്ടുകളായി. എന്നിട്ട് പോലും അവരൊക്കെ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി. എന്തായിരുന്നോ നമ്മൾ അവസാനിപ്പിച്ച് നിർത്തിയ അവിടെ നിന്നുള്ളൊരു തുടർച്ച അവർക്കൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അത് പറഞ്ഞതുപോലെ തന്നെ സംസാരത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള മനസ്സുകൊണ്ടുള്ളൊരു അടുപ്പമാണ്. അത് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഓടിയെത്തുന്നതും ഇതുപോലെ വാക്കുകൾ കൊണ്ടെങ്കിലും അദ്ദേഹത്തിനുള്ള ഒരു ആദരവ് അവർ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വരികയാണ്. ഇപ്പോൾ ഇതാ ഹരിഹരൻ ഒരുപക്ഷെ ചെന്നൈയിൽ നിന്നായിരിക്കാം അദ്ദേഹം വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഭാഗമായി നിന്നു. ഓരോ എഴുത്തിൻ്റെ ആ ഒരു കാലഘട്ടം മാഞ്ഞു പോവുക, ഒരു യുഗാന്ത്യം എന്നൊക്കെ നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം. കാരണം MTയുടെ എഴുത്ത് കണ്ട് MTയെ എഴുതാൻ ആഗ്രഹിക്കാത്ത, അതുപോലെ എഴുതാൻ ആഗ്രഹിക്കാത്ത, അത് അനുകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയോ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരോ കേൾക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനായാലും നിഖിലായാലും നമ്മൾ ഈ കാണുന്ന ഏതൊരു മനുഷ്യനെടുത്താലും ആരാണ് മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഒരു 3 പേരിലെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവുക. അത് ഒരു ചെറിയതല്ല. കാരണം ഇത്രയും വലിയ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇവരിപ്പോൾ അദ്ദേഹത്തെ എല്ലാ വർഷവും കാണുന്ന ഒരു ദിവസം തുഞ്ചൻപറമ്പിലെ എഴുത്തിനിരുത്തിനാണ്. ഇനിയിപ്പോൾ ഒരു എഴുത്തിനിരുത്ത് വരുമ്പോൾ അവിടെ MTയുടെ സാന്നിധ്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പക്ഷേ എന്താ പറയുക ആ യാഥാർത്ഥ്യമൊക്കെ ഉൾക്കൊള്ളാൻ ഇനി മലയാളി തയ്യാറാകേണ്ടിയിരിക്കുന്നു അല്ലേ. ഇപ്പോൾ നേരത്തെ ബിബിൻ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുകയായിരുന്നു MTക്ക് മുൻപും MTക്ക് ശേഷവും എന്നുള്ളൊരു കാലം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഒരുപക്ഷെ ഇനിയും സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള ഒരു കാലമായിരിക്കും. അതായത് ഇത്തരത്തിലുള്ള എഴുത്തുകൾ ഇനി സംഭവിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നതും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമായിരിക്കും അല്ലേ. അത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കാലമാണ്. പക്ഷേ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളെല്ലാം തന്നെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിപ്പോൾ വൈശാലി ആയിക്കൊള്ളട്ടെ, പരിണയം, അതുപോലെ തന്നെ ഇപ്പോൾ സ്മാർത്ത വിചാരത്തൊക്കെ പറ്റിയിട്ടാണല്ലോ പരിണയത്തിൽ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ സതയം വരുന്നു, വടക്കം വീരഗാഥ, ഇങ്ങനെ ഓരോ സിനിമകളും അത് ഇന്നത്തെ തലമുറയും അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ 53-ലാണ് നാലുകെട്ട് ഇറങ്ങുന്നത്. പിന്നീട് രണ്ടാം മുഴക്ക് ഇറങ്ങുന്നത് അതും കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടാണ്. പക്ഷേ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഒരു പുതിയ പുസ്തകം പോലെ തന്നെ ചിലവഴിക്കുകയാണ്. അതുപോലെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം പറയട്ടെ വിപിനെ. ഇപ്പം നക്ഷതങ്ങൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ നമുക്ക് ഗുരുവായൂരിൽ പോയ ഒരു അനുഭവമാണ്, ഒരു ഫീലാണ് അല്ലേ. അത് ആ തിരക്കഥയുടെ ഒരു കരുത്തുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ബിബിൻ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ ചുരുങ്ങിയ സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു സംവിധായകന് ആ സംവിധാനം ചെയ്യാൻ തൻ്റെ പ്രൊഡക്റ്റ് അദ്ദേഹം വിട്ടു നൽകുന്നത് അത്രമേൽ കുറ്റമറ്റ രീതിയിലായിരിക്കും. അതായത് വളരെ പണി കുറച്ച് കൃത്യമായ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഫലം നമുക്ക് സത്യത്തിൽ ആ സിനിമ കാണുമ്പോൾ അനുഭവപ്പെടുന്നത് ഗുരുവായൂരിലൊന്ന് ഒരു ദർശനം നടത്തി മടങ്ങിയെത്തിയൊരു ഫീല് പ്രേക്ഷകന് കൊടുക്കുകയാണ്. അങ്ങനെ വരാനിരുന്ന എത്രയോ സിനിമകൾ അവശേഷിപ്പിച്ച് അല്ലെങ്കിൽ എത്രയോ ഡോക്യുമെൻ്ററികൾ അവശേഷിപ്പിച്ച് പുസ്തകങ്ങൾ അവശേഷിപ്പിച്ചൊക്കെയാണ് കഥാകാരൻ വിടവാങ്ങുന്നത്. പക്ഷേ കഥാകാരൻ എന്ന് പറയുന്നത് കാലാനുവർത്തിയാണ്. അദ്ദേഹം അത് ഈ ഓർമ്മകളിൽ, ഈ എഴുത്തുകളിൽ അങ്ങനെ നിലനിൽക്കുകയും തന്നെ ചെയ്യും. എന്തായാലും അദ്ദേഹത്തിന് വിട നൽകുന്നതിന് വേണ്ടി ഇതപ്പോൾ സാംസ്കാരിക കേരളം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കൃത്യം 8 മണിക്ക് മുഖ്യമന്ത്രി എത്തും. തുടർന്ന് പ്രതിപക്ഷ നേതാവെത്തും, മറ്റ് മന്ത്രിമാർ, സാംസ്കാരിക ലോകം, രാഷ്ട്രീയ ലോകം, സിനിമാ ലോകം, അവരെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരനെ വിട നൽകുകയാണ്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് 4 മണി വരെ മാത്രമേ ഈ വസതിയിൽ പൊതുദർശനം ഉണ്ടാകൂ എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം വിലാപയാത്രയായി വീട്ടിൽ നിന്ന് മാവൂർ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുന്നത്.